everyone, welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam ചാനലിലേക്ക് സ്വാഗതം. യെസ്, അപ്പം ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മളിപ്പം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാതെ കുറേ കുട്ടികൾക്ക് ഹോളിഡേയ്സ് കിട്ടുന്നുണ്ട്. സോ ഒരുപാട് പേര് ഇപ്പം നമ്മൾ ടെലഗ്രാമിൽ ഇന്ന ജില്ലകളിലുള്ളവർക്കൊക്കെ അവധിയാണ് എന്ന് പറഞ്ഞിട്ട് ഇടുമ്പം ഒരുപാട് പേര് ചിരിച്ചിട്ടുള്ള സ്മൈലൊക്കെയാണ് ഇടുന്നത്. സോ അത് ഭയങ്കരമായിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ എന്തായാലും ചെയ്യണം എന്ന് തന്നെ തോന്നിയത്. സോ ഓഫ് കോഴ്സ് നമുക്ക് ഹോളിഡേ കിട്ടുവാണ്. അറിയാം, നമുക്ക് എന്താ പറയുക, ഇപ്പം +2 സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഓൾമോസ്റ്റ് 1 month ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഒരുപാട് പ്രഷേഴ്സ് ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, ഇനീഷ്യലി തന്നെ ടീച്ചേഴ്സ് കുറേ പഠിക്കാനും കുറേ അസൈൻമെൻറ്റ്സ് ഒക്കെ തരുന്നുണ്ട്. സോ അതിൽ നിന്നൊരു റിലീഫ് നമുക്ക് പെട്ടെന്ന് കിട്ടുവാണ്. പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഹോളിഡേയ്സ് ഒക്കെ കിട്ടുന്നു. സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ സന്തോഷിക്കുന്നത് തെറ്റില്ല. കാരണം എന്താ പറയുക, നമ്മളും കുട്ടികളാണ് അല്ലേ, നമ്മളല്ല നിങ്ങൾ കുട്ടികളാണ്. സോ ഡെഫിനറ്റ്ലി ആ ഒരു ഇമോഷൻ മനസ്സിലാക്കാൻ പറ്റും. ബട്ട് ഈവൻ ദോ നമുക്കറിയാം നമ്മുടെ ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് പേർക്ക് എന്താ പറയുക, ഈ മഴ കൊണ്ടുണ്ടാകുന്ന നാശനഷ്ടങ്ങളും ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റിനും സംഭവിക്കുന്നുണ്ട്. സോ ബേസിക്കലി ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് നമുക്ക് അഫ്കോഴ്സ് നമ്മൾ തീരുമാനിച്ചതോ അല്ലെങ്കിൽ വേറെ മറ്റാരോ തീരുമാനിച്ചതൊന്നും അല്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് ഹോളിഡേയ്സ് ആണ്. സോ ഡെഫിനറ്റ്ലി ഈ ഹോളിഡേയ്സ് നമുക്ക് അത്യാവശ്യം നല്ലൊരു അന്തരീക്ഷമാണ്, നമുക്ക് ചുറ്റിനും നല്ലൊരു അന്തരീക്ഷമാണ് എങ്കിൽ, അതായത് നമ്മളെ ബാധിക്കുന്ന രീതിയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ ദിവസങ്ങളും നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടതാണ്. ചുമ്മാ കിടന്നുറങ്ങിയും അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ ഇതൊക്കെ നോക്കി സമയം കളയാനുള്ളതല്ല. കാരണം നമ്മളിപ്പോൾ +2ലാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ കുറേ കുട്ടികൾ ജസ്റ്റ് ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കാണാനേ പോയിട്ടുള്ളൂ അല്ലേ. +1 സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് ഫ്രണ്ട്സിന് അല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന കുട്ടികൾ ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ. അപ്പോഴത്തേനും നിങ്ങൾക്ക് ഹോളിഡേയ്സ് എന്ന് പറയാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ഇതുപോലെ മഴ രൂക്ഷമായതിനെ തുടർന്നുള്ള കുറച്ച് അവധികളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുവാണ്. സോ ഡെഫിനറ്റ്ലി എന്താ പറയുക, നിങ്ങൾ അയ്യോ എനിക്കാരും പരിചയപ്പെടാൻ പോലും പറ്റിയില്ലല്ലോ, നല്ല ഫ്രണ്ട്സിന് എനിക്ക് കിട്ടാൻ സമയം കിട്ടിയില്ലെന്നുള്ള സങ്കടമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾക്ക് ഇപ്പോഴത്തെ അവധിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കൊരു പെർട്ടിക്കുലർ ഡേറ്റിൽ എന്ത് ചെയ്യണം, നമ്മുടെ സിലബസ് ഒക്കെ ഫിനിഷ് ചെയ്യണം അല്ലേ. നമ്മുടെ എക്സാംസിനുള്ള എല്ലാ കോണ്ടന്റും നമ്മൾ പഠിച്ച് തീർന്നിരിക്കണം. സോ ബേസിക്കലി നിങ്ങളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരൊറ്റ സോഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരല്ല. ഓക്കെ, കാരണം എന്താണെന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ടീച്ചേഴ്സ് ക്ലാസ്സിൽ എടുത്തില്ല, ടീച്ചേഴ്സ് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു തീർത്തു, ഇതൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ മനസ്സുണ്ടെങ്കിൽ നമുക്ക് 100,000 സോഴ്സസ് ആണുള്ളത്. എസ്പെഷ്യലി യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഏത് ചാപ്റ്റേഴ്സ് വേണോ, നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ചാപ്റ്റർ ഏതാണ്, അതിന് കൃത്യമായിട്ടുള്ള വീഡിയോസും അതിന് കൃത്യമായിട്ടുള്ള എന്താ പറയുക PYQs ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, ഇതെല്ലാം അവൈലബിൾ ആണ്. എവിടെ? യെസ്, നമ്മുടെ യൂട്യൂബിൽ. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യേണ്ടത് യൂട്യൂബിനെയാണ്. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ചിലർക്കൊക്കെ മാനസികമായിട്ട് ഒരുപാട് എന്താ പറയുക പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ആൾക്കാരായിരിക്കും, ക്യാമ്പിലൊക്കെ പോയിട്ടുള്ള ആൾക്കാരായിരിക്കും. അവരോടെല്ലാം ഞാൻ പറയുന്നത്, അത്യാവശ്യം നല്ല രീതിയിൽ അന്തരീക്ഷമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, അത്യാവശ്യം നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യൂട്യൂബ് ക്ലാസ്സസിനെയും മറ്റുമൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ കൃത്യമായിട്ട് റെഗുലറായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇനി ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സിലബസ് ഫിനിഷ് ചെയ്യണമെന്നുള്ള ഒരു ടാർഗറ്റ് ഉണ്ട്. സോ നിങ്ങൾ ഈ വിചാരിക്കുന്ന പോലെ ഇത്രയും നാളും പോയ അതേ സ്ലോ മോഷനിൽ തന്നെ ചിലപ്പം അവർ പോകണമെന്നില്ല, അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് തന്നെ പോകും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനെല്ലാം നമുക്ക് ആരെയും ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ചുറ്റിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന് നമുക്ക് ആരെയും ബ്ലെയിം ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ എന്ത് തന്നെ പറഞ്ഞാലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റീസ് ടു നമ്മൾ എന്തൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണോ പ്രിപ്പയർ ചെയ്യുന്നത്, അതിൽ നമ്മൾ എത്രത്തോളം എന്താ പറയുക ജസ്റ്റിസ് കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് എന്താ പറയുക വിലയിരുത്താൻ പറ്റുന്നത് നമുക്ക് മാത്രമാണ്, അല്ലെങ്കിൽ അത് നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണ്. സോ അതുകൊണ്ട് മക്കളെല്ലാവരും യൂട്യൂബ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന മറ്റ് സോഴ്സസ് അതെല്ലാം യൂസ് ചെയ്തിട്ട് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് എൻ്റർടൈൻമെൻറ്റ് വേണ്ട എന്നൊന്നും പറയത്തില്ല, കാരണം നിങ്ങൾക്ക് നാളെ എക്സാം ഉള്ള ദിവസമൊന്നും അല്ല. അഫ്കോഴ്സ് നിങ്ങൾ റിലാക്സ് ചെയ്യണം, ഒന്ന് അത്യാവശ്യം റീഫ്രഷ് ആവണം. ആൻഡ് ഓൾസോ ഈ സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും എന്തെങ്കിലും സാഹചര്യത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ, ഏറ്റവും നമ്മൾ എന്താ പറയുക സ്റ്റുഡൻറ്റ് മാത്രമല്ല, നമ്മൾ എന്താ പറയുക നമുക്ക് ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധം ഉണ്ട്. അതുപോലെ തന്നെ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കുഞ്ഞു കാര്യങ്ങളാണല്ലേ. സോ ഈ കുഞ്ഞു കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിരിക്കണം.
ഓൾസോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പോ സംഭവങ്ങളൊക്കെ തുടങ്ങുക. നിങ്ങൾ ഷോർട്ട് നോട്ട്സും അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടൊരു നിങ്ങളുടെ ഒരു കമ്പൈൻ സ്റ്റഡിക്ക് ഒരു പ്ലാറ്റ്ഫോം, ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം നിങ്ങൾ നിങ്ങൾ തന്നെ അതിനുള്ളൊരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് ഈ ഒരു സമയത്ത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, പുറത്ത് നല്ല മഴ, കുറച്ച് ഒരു കട്ടൻ കാപ്പി, അതിൻ്റെ കൂടെ തന്നെ നല്ല ബുക്കുകൾ വായിക്കാം. ഓക്കെ, ഏറ്റവും നല്ലൊരു സമയമാണ്. നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ അല്ല. കാരണം ഇപ്പോൾ കുറേ കുട്ടികൾ ബുക്കൊക്കെ വായിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും. സമയപരിധി കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് രാവിലെ തുടങ്ങുന്നു, ആ പണി ഈ പണി ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ബുക്ക് വായിക്കാൻ സമയം കിട്ടുന്നില്ലായിരിക്കും. സോ നല്ല നല്ല ബുക്കുകളൊക്കെ വായിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് ഈ പറയുന്ന പോലെ ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുന്ന ഈ അവധികൾ. സോ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ബുക്കുകളൊക്കെ വായിക്കുക. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക. സോ ഓൾസോ ആ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് അറിയാനായിട്ട് സാധിക്കും. നിങ്ങളിലോട്ട് പെട്ടെന്ന് ആക്സസ് ഉണ്ടായിരിക്കും. ചിലരൊക്കെ ഉള്ളിലുള്ള സങ്കടങ്ങളൊക്കെ പറയാതിരിക്കുന്നവരുണ്ടോ, എൻ്റെ വീട് ഇങ്ങനൊരു അവസ്ഥയിലാണ്. പക്ഷേ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കാനുള്ള ഒരു സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ആരാണെങ്കിലും നിങ്ങളോട് സംസാരിക്കും. ഓക്കെ, എല്ലാവരും ഓപ്പണായിട്ട് സംസാരിക്കും. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കുമ്പം സന്തോഷിക്കാനും അത് ഷെയർ ചെയ്യാനും മാത്രമല്ല ഫ്രണ്ട്സ് വേണ്ടത്. ഫ്രണ്ട്സിൻ്റെ സങ്കടങ്ങളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്കിപ്പം ഫസ്റ്റ് ചാപ്റ്റർ മാത്രമേ എടുത്തിട്ടുണ്ടാവുള്ളായിരിക്കും, അല്ലെങ്കിൽ സെക്കൻഡ് ചാപ്റ്റർ മാത്രമേ എടുത്തിട്ടുണ്ടാവുള്ളായിരിക്കും. പക്ഷേ നിങ്ങൾ തേർഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുക. പതുക്കെ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുക. എന്ത് നമ്മൾ അഡീഷണൽ ആയിട്ട് പഠിച്ചു എന്ന് വിചാരിച്ചിട്ട് നമ്മളത് പോയി തല്ലാനോ കുത്താനൊന്നും വരത്തില്ല. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ പതുക്കെ പഠിച്ചു തുടങ്ങാം. മൂന്നാമത്തെ ചാപ്റ്റർ ഇതുവരെ എടുത്തിട്ടില്ലെങ്കിൽ മൂന്നാമത്തെ ചാപ്റ്റർ പതുക്കെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. സമയം എടുത്തിട്ട് മതി, ഒരു പ്രശ്നമില്ല. സമയമെടുത്ത് പതുക്കെ ചെയ്താൽ മതി. സോ അതാണ് എനിക്ക് വേറൊരു അഡ്വൈസ് നിങ്ങളോട് പറയാനുള്ളത്. സമയമെടുത്ത് പതുക്കെ പഠിക്കുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, ആ നോട്ട്സ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സോ ഇതുപോലെ പഠിക്കാതെ ഡീമോട്ടിവേറ്റഡ് ഒക്കെ ആയിരിക്കുന്ന സ്റ്റുഡൻസിനൊക്കെയും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെയും ആ നോട്ട്സ് ഒക്കെ വയ്ക്കുമ്പോൾ അവൻ പഠിക്കുന്നുണ്ടെങ്കിൽ ഞാനും പഠിക്കാം എന്നുള്ളൊരു ഇൻസ്പിറേഷനൊക്കെ അങ്ങനെ നിങ്ങൾ പോലും അറിയാതെ മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ യെസ്, അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ബുക്സ് വായിക്കാം, ആക്റ്റീവായിട്ടിരിക്കുക. ഓക്കെ, ഈ ദിവസങ്ങളൊക്കെയും വളരെ ആക്റ്റീവായിട്ടിരിക്കുക. പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയ എല്ലാം ബാൻ ചെയ്യണമെന്നല്ല പറയുന്നത്. നിങ്ങൾ അത്യാവശ്യം നിങ്ങൾക്ക് റിലാക്സേഷൻ കിട്ടുന്നത് സോഷ്യൽ മീഡിയ ആണെങ്കിൽ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ നിങ്ങൾ യൂസ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ടൈം ലിമിറ്റ് വയ്ക്കുക. നമ്മൾ +2 അല്ലെങ്കിൽ +1 പഠിക്കുന്ന കുട്ടികളാണ്. ഇനി നമുക്ക് പണ്ടത്തെ പോലെ മണിക്കൂറുകളോളം സോഷ്യൽ മീഡിയയിൽ ഇരിക്കാനുള്ള സമയമില്ല. ആൻഡ് ഓൾസോ ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് ഒരു അവബോധം ഉണ്ടായിരിക്കുക. എൻ്റെ നാട്ടിൽ എന്താ സംഭവിക്കുന്നത്, ചുറ്റിനും എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഇതിനെക്കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള അവയർനെസ് എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം. സോ ഈ ദിവസങ്ങളൊക്കെ സന്തോഷിക്കാനും ഫ്രണ്ട്സിനോട് കുറേ തമാശകൾ പറയാനും മാത്രമല്ല യൂസ് ചെയ്യേണ്ടത്. മാക്സിമം നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ യൂണിറ്റ് ടെസ്റ്റുകൾ ചിലർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അത് ആ ദിവസമൊക്കെ ആയിരിക്കാം മേ ബി നിങ്ങൾക്ക് അവധി കിട്ടിയത്. അതുകൊണ്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് സന്തോഷിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും. ബട്ട് ഈവൻ ദോ സന്തോഷമല്ല വേണ്ടത്. നമ്മൾ സന്തോഷിക്കുമ്പോൾ അപ്പുറത്ത് ഒരുപാട് കണ്ണീര് വീഴുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ ചുറ്റിനും സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു അവബോധം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അത് ഡെഫിനറ്റ്ലി അത് നമ്മൾ റെസ്പോൺസിബിൾ ആണ്. നമ്മുടെ ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. സോ അക്കാര്യത്തിലൊക്കെ അവെയർ ആയിട്ടിരിക്കുക. ആൻഡ് അധികം പുറത്ത് പോകാനും ഈ പറയുന്ന പോലെ ശക്തമായിട്ടുള്ള മഴയാണുള്ളത്. അതുകൊണ്ട് ഒരുപാട് പുറത്ത് പോയി കളിക്കുക, വെള്ളത്തിൽ കളിക്കുക, അതൊക്കെയും അങ്ങനത്തെ സാഹസങ്ങളൊക്കെ പരമാവധി ഒഴിച്ചു നിർത്തുക. നമ്മൾ വീട്ടിൽ തന്നെ എന്തെങ്കിലും പസിൽസോ കാര്യങ്ങളൊക്കെ കളിക്കുക. അല്ലാതെ പുറത്ത് പോയിട്ടുള്ള നല്ല മഴയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പുറത്ത് പോകരുത്. അതുപോലെ തന്നെ ഈ കാലാവസ്ഥ എന്ന് പറയുന്നത് പനിയും ജലദോഷമൊക്കെ പിടിക്കാനുള്ളൊരു കാലാവസ്ഥയാണ്. സോ നമുക്ക് ഇങ്ങനെ ഈ അവധിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പനിയൊക്കെ പിടിച്ചിട്ടായിരിക്കും മേ ബി നമ്മൾ സ്കൂളിൽ പോവുക. സോ അത്തരം ഒരു സിറ്റുവേഷനും വരരുത്. അതുകൊണ്ടാണ് പറഞ്ഞത് മാക്സിമം നിങ്ങൾ വീട്ടിലിരിക്കുക. വീട്ടിൽ നിങ്ങളുടെ അനിയനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ കളിക്കുക. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പസിൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾ അഫ്കോഴ്സ് നിങ്ങൾ നമ്മൾ റീഫ്രഷ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ റീചാർജ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. സോ ആക്റ്റീവായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ആൻഡ് ഓൾസോ ഈ കാര്യങ്ങളൊന്നും മറക്കാതിരിക്കുക. സോ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ +1 +2 ക്ലാസ്സസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ക്ലാസ്സസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്ന ഒരുപാട് ക്ലാസ്സസ് ഉണ്ട്. സോ സ്റ്റേ ട്യൂൺഡ് ടു വേദാന്തു Malayalam channel for more videos and updates. Thank you so much.